ഹായ് ഫ്രണ്ട്സ്, ചുമ്മാപ്പറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കറണ്ട് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് വീടിനകത്ത് നല്ല ഇരുട്ടാണേ. കറണ്ടില്ലെങ്കിൽ പിന്നെ വീടിനകത്ത് വീഡിയോ പിടിച്ചാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുറത്തെ മനോഹരമായ കാഴ്ചകളും കിളികളുടെ ശബ്ദങ്ങളും കാഴ്ചകളും പൂക്കളും മരങ്ങളും എല്ലാം ഒന്ന് കാണാം കേട്ടോ. കിളികളുടെ കരച്ചിൽ കേട്ടോ. പല സൈസ് കിളികളുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര കൂട്ടാണേ. കരിയിലപ്പടയുണ്ട്, എട്ടവാലനുണ്ട്, ഒരു സൈസ് മഞ്ഞക്കിളി, അത് ഇങ്ങനെ കുഞ്ഞു കാർച്ച കയറി ഇതിലെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെ പല സൈസ് കിളികളുണ്ട്. നല്ല രസമാണ് അവരുടെ കാർച്ച കേൾക്കാനായിട്ട്. ഈ മരത്തിൽ കൂടെ എല്ലാം ഇരിപ്പുണ്ട്. കാട് ഉണ്ട് ഇവിടെ. നല്ല രസമാണ് കിളികളുടെ കരച്ചിൽ കേൾക്കാൻ കേട്ടോ. പല സൈസ് രീതിയിലാണ് കരയുന്നത്. ഇവിടെ ഒരുപാട് കിളികളുണ്ട്. അവിടെയും ഒരു കിളി നല്ല സ്വരത്തിൽ കാറുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എവിടെയാണെന്ന്. ഈ ഭാഗത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നു. കുഞ്ഞൊച്ചയെ കാറുന്ന കേട്ടാ. നല്ല രസമുണ്ട് കേൾക്കാൻ. മുകളിലൊരു ചക്ക പഴുത്ത് കിടപ്പുണ്ട്. അത് മുഴുവൻ കൊത്തി കൊത്തി താഴോട്ടിടുന്നുണ്ടോ. വഴി മുഴുവൻ ചവച്ച് ഉപ്പിയിട്ടേക്കോ. അല്ല, ഇനി അടിച്ച് കളയണം. വാവലിൻ്റെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. വാവലാണോ കിളികളാണോ എന്നറിയത്തില്ല. പൊക്കത്തിലുള്ളത് മുഴുവൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നും കിട്ടുക. ഇഞ്ചികളൊക്കെ വേനലാകുമ്പം താള് വീണ് കിടക്കും. മഴ പെയ്തപ്പോഴത്തേനും കിളുത്ത് വന്നിട്ടുണ്ടേ. ഇപ്പം നിൽക്കുന്നതാണ് നല്ല പച്ചപ്പാണേ. ഇഞ്ചി, നമ്മുടെ ഇഞ്ചിത്തോട്ടം കണ്ടോ. ഇഞ്ചികളെല്ലാം മഴ പെയ്യപ്പോഴേക്കും മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം മണ്ണിനടിയിലായിരുന്നു. ഇപ്പോൾ എല്ലാം മഴ പെയ്തപ്പോഴേക്കും മുളച്ച് വന്നിട്ടുണ്ടേ. ചാമ്പ, കുഞ്ഞ് ചാമ്പ, ഒരു കുഞ്ഞ് ചാമ്പ ഇവിടെ ഉണ്ടായിരുന്നേ. അതിപ്പോൾ നിറച്ചും പൂത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ചാമ്പങ്ങ കൊള്ളവില്ല, മധുരമില്ല, വെള്ളച്ചവയായിരിക്കും. ഏതായാലും മഴക്കാലത്തേന് നിറച്ചും പൂത്തിട്ടുണ്ടേ. ബോൾസൻ ചെടി, ഇതൊരു നാടൻ ബോൾസൻ ചെടി. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, നാടനായിട്ടുള്ളൊരു ബോൾസൻ. ഇത് ഒടിച്ചൊടിച്ച് നട്ടാൽ മതി. ഇവിടെ വെച്ചിങ്ങനെ ഒടിച്ചെടുത്ത് വേറെ ചട്ടിക്കകത്ത് മണ്ണ് നിറച്ച് നടണം. അപ്പോൾ അതുണ്ടായിക്കോളും കേട്ടോ. ഈ ചെടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ഏത് വേനൽ വന്നാലും പോകത്തില്ല. ഇതുണ്ടോ, നന്നായിട്ട് നിൽപ്പുണ്ട് ഈ ചെടിയെ. മഴ വന്നപ്പോഴത്തേക്കും നന്നായിട്ടുണ്ടായി നിൽപ്പുണ്ട്. വേനൽക്കാലത്ത് പൂക്കളൊന്നുമില്ലെങ്കിലും ചെടികൾ മുഴുവൻ പോയായിരുന്നു. ഇപ്പോൾ ഒരെണ്ണമൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചതുണ്ടേ. ഇതുണ്ടോ, ഈ ചെടിയുണ്ട് ഒരു മഞ്ഞച്ചെടിയായിട്ട്. ഇതെല്ലാം ഇനി അടത്തി എടുത്ത് ചെടിച്ചട്ടികളിലൂടെ വെക്കണം. കോഴിപ്പടിച്ച് മുട്ടയിടാൻ നിൽക്കുക കേട്ടോ. അകത്തൊരാൾ മുട്ടയിടുന്നുണ്ടേ. അവരിറങ്ങിയിട്ട് വേണം ഈ പുള്ളിക്കാരിക്ക് കയറി മുട്ടയിടാനായിട്ടേ. വാതുക്കൽ ക്യൂ നിൽക്കുക. മഴ പെയ്തപ്പോഴേക്കും ചെടികൾക്കൊക്കെ ഒരു ഉത്സാഹമായി കേട്ടോ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഉത്സാഹം വന്നു. മൂടിക്കിടക്കുവാണേ. ഈ മഴ പെയ്യുന്നതൊന്ന്, അടുത്ത മഴ ഇപ്പോൾ വരും. മഴയായാൽ പിന്നെ എപ്പോഴും മഴ തന്നെ അല്ലേ. മഴയില്ലെങ്കിൽ അതും വലിയ കുഴപ്പം. മഴ പെയ്യുമ്പോഴേ തവള കയറാൻ തുടങ്ങും കേട്ടോ. താഴേന്ന് കാരണമാണേ. വെള്ളം പോരെന്നും പറഞ്ഞാൽ തവള കാരണന്നാണ് പറയുന്നത്.
എന്തായാലും മഴ പെയ്താലും തവള വെള്ളത്തിന് മുകളിലല്ലേ കിടക്കുള്ളൂ. അപ്പോൾ തവള വെള്ളം പോരെന്നും പറഞ്ഞ് കാറുക. രാവിലെ കാക്ക വന്നിട്ടുണ്ട്. കാക്ക കോഴിക്കൂട്ട് കയറി മുട്ട എടുത്തുകൊണ്ട് പോകും. അതിന് വേണ്ടി വന്നതാ കാക്ക. ഈയിടെ ഒരു കാക്കയെ പിടിച്ചു പുറത്ത് വിട്ടായിരുന്നു. കൂട്ടി കയറി കഴിഞ്ഞ് പുറത്തിറങ്ങത്തില്ലെന്നായിപ്പോയി. അപ്പോൾ പിടിച്ച് പുറത്ത് വിട്ടു. അതുകൊണ്ട് പേടിച്ച് ഇന്നലെയൊന്നും വന്നില്ല. ഇന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാറിന്ന് ഒച്ച കേൾക്കുന്ന കേട്ടോ. എല്ലാം കൂടെ കൂട്ടത്തോടെ വരുവേ. ഇപ്പം ചക്കയൊക്കെ പഴുക്കുന്നതുകൊണ്ട് കാക്കകളൊക്കെ വരും ചക്കപ്പഴം തിന്നാനായിട്ട്. പ്ലാവയിലെല്ലാം ഉണ്ടല്ലോ ചക്ക പഴുത്ത് നിൽപ്പുണ്ടല്ലോ. അപ്പോൾ അത് തിന്നാൻ വേണ്ടി കാക്കകൾ വരും. കോഴിക്കൂട്ട് കയറി മുട്ടയും കൂടെ എടുത്തുകൊണ്ട് പോകും. മുട്ട എടുത്തിട്ട് പുറത്ത് കൊത്തി കുടിക്കും. ഞങ്ങളോർത്ത് 2 ദിവസം കോഴി മുട്ട ഇട്ടില്ലായിരിക്കുമെന്നേ. മുട്ടയൊന്നും കണ്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴാണ് കാക്ക എടുത്തുകൊണ്ട് പോകുന്നു. ഒരു ദിവസം നോക്കി നിന്നപ്പോൾ അങ്ങനെ പിടിച്ചു. അപ്പോൾ മഴക്കാലം തുടങ്ങി കേട്ടോ. കാക്കേനെ പിടിച്ചു. രാവിലെ വലിയ മഴയില്ല, രാത്രി മുഴുവൻ മഴയായിരുന്നു. രാത്രി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ദൂരോട്ടൊക്കെ വലിയ മഴയും അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ടി വിയിലൊക്കെ കണ്ടു. ഇവിടെ അങ്ങനെ വലിയ മഴ രാത്രിയിലേ പെയ്തുള്ളൂ. രാവിലെ മഴ കുറവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.